ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിൻ്റെ മണീസിൻ്റെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വെറുതെ പറഞ്ഞാണ്. നമ്മളിന്ന് ഒരു കൊള്ള നടത്താൻ പോവാണ്. കൊള്ളയെന്ന് വെച്ചാൽ നമ്മളിന്ന് രണ്ട് വീട്ടിൽ കയറിയിട്ട് മോഷണം നടത്തുക, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ല നമ്മൾ മണീസിൻ്റെ ഗ്യാങ്ങിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. നമ്മൾ ഈ മണീസിനെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളിന്ന് കക്കാൻ പോകുന്നു, അത്ര തന്നെ ഉള്ളു ഗൈസ്. ഓക്കെ, നമുക്കിനി എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് വർക്കൗട്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യാണ്. എങ്ങാനും പിടിക്കാൻ പറ്റുക കുറച്ച് ഫസ്റ്റിലൊക്കെ വേണ്ടേ, പിന്നെ നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് ബോക്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എങ്ങാനും പിടിക്കപ്പെട്ട നമ്മളെല്ലാത്തിനും അടിച്ചിട്ടുണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോക്സിംഗ് ഒക്കെ പഠിച്ച്. പിന്നെ വർക്കൗട്ട് പിന്നെ നമ്മളെന്നും ചെയ്യലുണ്ടാണ്, അല്ലാതെ വീഡിയോ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും വർക്കൗട്ട് പിന്നെ ഒന്നും ചെയ്യലാണ്. ബോക്സിംഗ് ആകുമ്പോൾ ഇപ്പോൾ പിന്നെ പഠിച്ചതാണ്. ഇപ്പോഴല്ല, കുറച്ച് ദിവസമായി നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ലിഫ്റ്റിൽ നേരെ അടിക്കുക. ഓക്കെ, നമ്മളെന്തായാലും അങ്ങനെ അടിയൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പുറത്ത് ഇറങ്ങാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇത് തന്നെ നേരെ പുറത്ത് ഇറങ്ങാം. ഓ സോറി ഗൈസ്, ഇത് തന്നെയല്ല പുറത്ത് ഇറങ്ങുക, ഇത് തന്നെയാണ് പുറത്ത് ഇറങ്ങുക, മറന്നതാണ് ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മളെ വണ്ടി ഗൈസ്. വണ്ടി അതിനുണ്ട് ഗൈസ്, സീനല്ലേ. ഓക്കെ, 48 എന്ന രീതിയിൽ ഇവിടെ ഒരു തീൻ്റെതും പിന്നെ സ്പെയിൻ്റെ കൂടിയും ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെയുണ്ട്, സീനല്ലേ. അതുപോലെ നേരെ ഫസ്റ്റ് വീട്ടിലോട്ട് പോകണം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് വീട്ടിലോട്ട് എന്തായാലും നമുക്ക് പോവാം ഗൈസ്. നമുക്ക് അവിടേക്ക് കുറച്ചുണ്ട്, നമുക്ക് എന്തായാലും സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് വേഗം അവിടേക്ക് പോകാം ഗൈസ്. പിന്നെ നമ്മപ്പം വേറൊരു ചെക്കനും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ വീട് ഇതാ, കുറച്ചുകൂടി പോയാൽ നമ്മളെ വീട് എത്തി. ഓക്കെ, ഈ ഒരു കറക്കം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒരു വീടാണ് ഇതാ, ആ നേരെ മുമ്പ് കാണുന്ന വീടാണ് നമ്മളെ. നമുക്ക് എന്തായാലും നേരെ ഇവിടെ വണ്ടി നിർത്തണം. അവിടെ എല്ലാം നിർത്തണം. നമുക്ക് എന്തായാലും കറങ്ങിയിട്ട് നമുക്ക് ഇതിന് തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, അവിടെ നിർത്താം ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ തന്നെയാണ് നമ്മളൊരു കൂട്ടുകാരൻ്റെ വര. നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് നിൽക്കും. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ പോയാൽ നേരെ നമുക്ക് നേരെ ഇങ്ങോട്ട് വരണം. പിന്നെ നമ്മൾ നേരെ ഉള്ളിനുള്ളിൽ കയറുക, അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ നിരീക്ഷിച്ചതാണ്. ഇതാ കാണുന്നതാണ് നമ്മൾ ആ പേര കേട്ടോ. ആ പേരേക്കാണ് നമ്മൾ ഇന്ന് കക്കാൻ പോണത് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ കൂട്ടുകാരൻ്റെ പേരെ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മളെ കൂട്ടുകാരൻ്റെ പേരുടെ ഉള്ളിൽ പോകണം. ഓക്കെ, നമ്മളെ കൂട്ടുകാരൻ്റെ പേരുടെ ഉള്ളിൽ നിർത്തിയാൽ മതിയായിരുന്നു വണ്ടി, നമ്മൾ നിർത്തേണ്ടിയിരുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് നേരെ ഓടിയിട്ട് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്കെന്തായാലും നേരെ ഓൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മളെ മച്ചാനെ വര. ഞാനെന്തായാലും നേരെ ഓൻ്റെ വീടിൻ്റെ ഉള്ളിൽ പോട്ടെ ഗൈസ്. ഗൈസ്, നമ്മളെന്തായാലും നോക്കി ഇതാ ആ മഞ്ഞ വണ്ടി ഉണ്ടോ, അതിലാണ് ഒരു പോകുന്നത് ഗൈസ്. ഓക്കെ, അങ്ങനെ ഒരു പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ ഓരോ വീടിൻ്റെ ഉള്ളിൽ കയറാം ഗൈസ്. ഓക്കെ, നമ്മളെ കൂട്ടുകാരൻ്റെ ഇവിടെ നിന്നപ്പോൾ ഒരിറങ്ങണ കണ്ടു. ഓൻ പറഞ്ഞിരുന്നു കേട്ടോ ഒരു പോകുന്നുണ്ടെന്ന്. ഓനിക്കിപ്പോൾ എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഓരെന്തായാലും ഇപ്പോൾ പോകുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം എൻ്റെ വീട്ടിൽ നിന്നു. അപ്പോൾ ഒരു പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ വീടിൻ്റെ ഉള്ളിൽ പോകണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടോ ഗൈസ്. അവിടെ നമ്മളെന്തായാലും ഇവിടേക്ക് നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഇവിടെ ഒരു വഴിയുണ്ട്, ഇതേനെയാണ് നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിൽ പോകുന്നത്. എല്ലായിടത്തും പൂട്ടിക്കാണ്, പക്ഷേ ഇവർ ഒരു കാര്യം മാത്രം പൂട്ടാൻ പറഞ്ഞു ഗൈസ്. പൂട്ടാൻ മറക്കല്ല, എന്തായാലും അവിടെ പൂട്ടാൻ പറ്റൂല ഗൈസ്. ഓക്കെ, ആ വഴി കൂടെ നമ്മൾ പോണത്. പിന്നെ നേരെ മേലെ കയറിയിട്ട് വഴി ഇതൊക്കെ പറഞ്ഞത് നമ്മളെ കൂട്ടുകാരനെ ഉണ്ട് ഗൈസ്. ഓന് ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരു വട്ടം വന്നിരുന്നു, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഒരു വട്ടം വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ ഓനൊക്കെ നോട്ട് ചെയ്തിരുന്നു ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളെന്തായാലും ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെയുള്ള എല്ലാതും ഒന്ന് കക്കണം ഗൈസ്. ഓക്കെ, നമ്മളെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്നില്ല ഗൈസ്. ഓക്കെ, നമ്മളെ അടുത്ത് ഒന്നിനും പൈസ ഇല്ല ഗൈസ്, നമുക്കൊന്നും എണ്ണ അടിക്കാൻ പോലുള്ള കായില്ല ഗൈസ്. ഓക്കെ, ഒന്നിനുള്ള കായില്ല, അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കക്കണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും മേലെ കയറിയൊക്കെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗൈസ്. ഓക്കെ,
ഓ ഇവിടെ വർക്കൗട്ടിന് നമ്മളൊക്കെ ഉണ്ട്, നമ്മളതിലാകെ ഒന്നുള്ളൂ. നമുക്കതൊന്ന് കുറച്ചെടുത്തോണ്ടായാലോ ഗൈസ്. ഓക്കെ, നമ്മളതൊന്നും എടുത്തോണമെന്നില്ല ഗൈസ്. എന്തിനപ്പോൾ നമുക്ക് ഇവിടെ ഒന്നൊക്കെ ധാരാളം ഗൈസ്. ഓക്കെ, ഓ ഗൈസ് ഫോണ് ഗൈസ്. ഓക്കെ, അതും ഐഫോൺ ഗൈസ്. ഞാൻ എന്തായാലും നേരമൊക്കെ കക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും അവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നേരെ വണ്ടിയോട് നേരെ നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോകണം ഗൈസ്. നമുക്ക് വേഗം പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും അത്യാവശ്യത്തിനുള്ളതൊക്കെ കട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ എന്തോ ഒരു ബ്ലോക്ക്, എന്തോ ഇവിടെ ഇടിച്ചിക്കുക എന്തോ സംഭവം ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് മൈൻഡ് ചെയ്യണം, നമുക്ക് വേഗം പോകണം ഗൈസ്. അത്രയേ നമുക്കുള്ളൂ. എന്തായാലും അപ്പുറത്തെ വഴിക്കൂടെ പോവാം. അവിടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്, നമ്മളറിയാം ഇങ്ങോട്ട് എടുത്തതാണ്. ഇനി നമുക്ക് എന്തായാലും ഇവിടേക്ക് പോകണം ഗൈസ്. ഓക്കെ, ഞാൻ എന്തൊക്കെ എടുത്തതെന്ന് പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, നമ്മൾ ഒരു ലാപ്ടോപ്പ് എടുത്തു, ഒക്കെ നമുക്ക് വിൽക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മൾ ലാപ്ടോപ്പ് എടുത്തു, ഒരു ഫോൺ എടുത്തു, ഐഫോണുകൾ കണ്ടല്ലേ, അതും എടുത്തു ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെ എടുത്തു, കുറച്ച് സ്വർണ്ണങ്ങൾ, അതൊക്കെ നമ്മൾ എടുത്തത്. ഓക്കെ, നമുക്കെന്തായാലും അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ ആയിക്കൊണ്ടു വിറ്റാൽ നല്ല കായ് കിട്ടും ഗൈസ്. സ്വർണ്ണം കുറേ ഉണ്ട്. പിന്നെ അതേപോലെ ലാപ്ടോപ്പ് നല്ല വില കൂടിയ ലാപ്ടോപ്പ് തന്നെയാണ്. പിന്നെ ഒരു ഫോണ് എടുത്തു. പിന്നെ ഗൈസ് ഇനി നമുക്ക് എന്തായാലും അടുത്ത വീട്ടിലോട്ട് പോകണം ഗൈസ്. ഓക്കെ, നമ്മൾ പോലീസ് പൊക്കുമെന്നൊന്നും നമുക്കറിയില്ല ഗൈസ്. നമുക്ക് ചെറിയൊരു പേടിയുണ്ട് ഗൈസ്. നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ. ഓക്കെ, നമ്മൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആർത്തി കാണിച്ചിട്ടാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഫോണിൽ മാപ്പ് എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ മാപ്പ് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അടുത്ത വീട് നോക്കാം ഗൈസ്. ഓക്കെ, അടുത്ത വീട് എവിടെയാണ്? ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ അടുത്ത വീട് ഗൈസ്. ഇവിടേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. നമുക്ക് എന്തായാലും മാർക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആർത്തി എന്ന് വെച്ചാൽ നമ്മൾ നല്ല പൈസ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വണ്ടി വാങ്ങിയിട്ടും അങ്ങനെ കുറേ പൈസ ചിലവാക്കി ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളതിൽ ഒരു പൈസ ഇല്ലാത്ത ഗൈസ്. ഓക്കെ, നമ്മൾക്കിപ്പോൾ പെട്രോൾ അടിക്കാൻ പോലുള്ള പൈസ ഇല്ല ഗൈസ്. നമുക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മളെന്നും പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയും പൈസ ചിലവാകും. ഇടിച്ചു ഗൈസ്. ഓൻ പോയി, നമുക്കൊന്ന് പോവാം. ഓക്കെ, ഇപ്പോൾ ഇത് മുന്നിൽ കയറി കളിച്ചിട്ട് നമുക്ക് എന്തായാലും ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോവാം. അപ്പോൾ അതുതന്നെയാണ് നമുക്ക് അങ്ങനെയാണ് കുറേ പൈസ ഒക്കെ ചിലവാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നേരെ അടുത്ത വീട്ടിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇത് ഞാനാണ് നിന്റെ സാർ. വേഗം വായോ. അപ്പോൾ ഗൈസ് പോലീസ് എന്തായാലും പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിവിടെ നിന്നുകൊണ്ട് പോലീസ് നമ്മൾ കണ്ടില്ല ഒന്നും ആയില്ലേ ഗൈസ്. കണ്ടാലിപ്പോൾ എന്താ കുഴപ്പം, നമ്മൾ കക്കാൻ വന്നിങ്ങനെ പോലീസിനെ അറിയാലേ. നമ്മളയക്കും വലിയ മണ്ടനായിപ്പോയി ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അവിടേക്ക് കയറാം ഗൈസ്. ഓക്കെ, ഇത് നമ്മളൊരു കൂട്ടുകാരൻ്റെ പേരെയാണ്. ഓൻ ഇവിടെ ഇല്ല ഗൈസ്. നമുക്കെല്ലാം അറിയിപ്പോൾ നൽകിയിരുന്നു, പക്ഷെ അപ്പത്തിന് ഓൻ ഇവിടുന്ന് പോയിക്കോണം ഗൈസ്. ഓക്കെ, ഓൻ പോയി എന്ന് പറഞ്ഞു. ഞാൻ കുറേ ബെല്ലടിച്ചു. ഓൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല, ഓന് വേറെ സ്ഥലത്ത് പോയിക്കാണ് ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളവിടെ കുഴിഞ്ഞ് നിന്നത് ഗൈസ്. ഓക്കെ, പക്ഷേ പോലീസിനെ നമ്മളറിയില്ലല്ലോ. പക്ഷേ എന്നാൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു, പോലീസ് നമ്മളൊരു മണീസിൻ്റെ ഡ്രസ്സും ബാഗൊക്കെ ഇട്ട് വന്നാൽ പോലീസിന് എന്തെങ്കിലും സംശയം തോന്നിയാലോ. അതുകൊണ്ട് ശരിയാണ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ ഈ വീട്ടിലേക്കാണ് പോകേണ്ടത്. ഈ വീട്ടിലേക്കാണ് നമുക്ക് കക്കാൻ കയറേണ്ടത് ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ നിർത്താം, പോലീസ് ഉണ്ടാവില്ലല്ലോ. സീന്. അപ്പോൾ ഗൈസ് ട്രിക്ക് മനസ്സിലായില്ലേ, വണ്ടി അവിടെ നിർത്തുക, അവിടെ ഇറങ്ങുക, ഒറ്റ ചാട്ടം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക ഗൈസ്. പോയിട്ട് ഓക്കെ,
പോലീസിനൊക്കെ അറിയാലോ, ധൃതി കഴിഞ്ഞാൽ ഒന്നും നോക്കൂല, വേഗം പോവും. ഒക്കെ ഗൈസ് വാതിൽ തുറന്നിട്ടാണ് പോയിക്കണം നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും നേരെ ഉള്ളിലോട്ട് പോവാം. നമുക്ക് എന്തായാലും നേരെ ഞാൻ ഒക്കെ എടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും വേഗം വണ്ടി കയറിയിട്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും വേഗം പോകാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ പോലീസിന് കൂടെ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അയിമോട് തൊട്ടതാ ഗൈസ്. പെട്ടെന്നൊരു അലാറം അടിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോവാണ്. ആ അലാറം പോലീസിന് ഫോൺ കേൾക്കും. അതുകൊണ്ട് നമ്മൾ വേഗം പോവാണ് ഗൈസ്. ഓക്കെ, പോലീസ് ഇതാ ഈ റൈറ്റ് വഴി കൂടെയാണ് വരിക. അതുണ്ടോ, ആ റൈറ്റ് കൂടെയാണ് പോലീസ് വരിക. നമുക്ക് എന്തായാലും വേഗം ഇവിടുന്ന് ഒരു പാർക്കിംഗ് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് വണ്ടി മാറ്റണം. CCTV ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി ഒന്ന് മാറ്റണം ഗൈസ്. ഓക്കെ, ഉള്ളിലാണ് ഗൈസ് വണ്ടി ഉള്ളത്. ഇനി നമുക്ക് എന്തായാലും ഇവിടെ എവിടെയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് വേഗം ഇവിടെ നിന്ന് വണ്ടി എടുക്കണം. വിളിച്ച് പറഞ്ഞതാണ് ഇവിടെ ഒരു മഞ്ഞ വണ്ടി നിർത്തിയിട്ടുണ്ടാവും, അതെടുത്ത് പോകാനാണ് നമ്മളോട് പറഞ്ഞത് ഗൈസ്. ഓക്കെ, നമുക്കിതാ ഇവിടെ നിർത്താം. ഓക്കെ, ഗൈസ് നമ്മളെന്തായാലും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് വണ്ടി എടുക്കണം. ഇവിടെ ഒരു മഞ്ഞ വണ്ടി ഉണ്ട്. ഇതാ ഈ കാണുന്ന വണ്ടിയാണ് തോന്നുന്നത്. ഇവിടെ 3 വണ്ടി ഉണ്ട്. അതിൽ ഈ വണ്ടി ആവാനാണ് കൂടുതൽ സാധ്യത ഗൈസ്. ഓക്കെ, ഈ വണ്ടി കൊണ്ടിട്ടുള്ള വണ്ടിയാണ്, അതുകൊണ്ട് അറിയാം ഈ വണ്ടി തന്നെയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് വിടാം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ ഇവിടുന്ന് വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങളെന്തായാലും ഇവിടെ നിർത്തുകയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് നമുക്കൊന്ന് ഫുഡും കഴിക്കണം ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, നമ്മളിവിടുന്ന് വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നമുക്ക് നല്ല വ്യൂസ് ഉണ്ടായാലും ഗൈസ് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.